അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈവനിങ് സ്റ്റഡി ബ്ലോഗൊക്കെ എടുക്കുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഈവനിങ് ബ്ലോഗ് എടുക്കാമെന്നുള്ളത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ റോഡ് പണി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അത് നനയ്ക്കാനുള്ള ഡ്യൂട്ടി നമുക്കായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുളിക്കാൻ പോയിട്ടോ. ഉച്ചയ്ക്ക് നന്നായൊരു ലോങ് നാപ്പന്നെ ഞാൻ എടുത്തു എന്ന് പറയാം. നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 4 മണിയാകുമ്പോഴാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ റോഡൊക്കെ നനഞ്ഞ് വന്നപ്പോൾ അത്യാവശ്യം ഞാനും നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പോയി നേരെ കുളിച്ചു. അതിനുശേഷം അമൃതപ്പുട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ആക്ച്വലി അടുത്ത മൺഡേ നമുക്ക് എക്സാമാണ്. അതിൻ്റെ ഒരു മിനി ബ്ലോഗൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഫ്രൈഡേ നൈറ്റാണ്. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിക്കാൻ 5 മണി ആയിട്ടുണ്ടായിരുന്നു. 5 മണി സമയത്താണ് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നേരെ പോയിട്ട് കുറച്ച് ഡ്രസ്സ് മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെച്ചിട്ട് ഫുള്ള് എൻ്റേതും അമ്മേൻ്റേതും ഒക്കെ ആയിരുന്നു. അപ്പോൾ അടുത്ത് സ്റ്റഡി റൂമിൽ തന്നെ ഇങ്ങനെ കിടക്കണം കണ്ടപ്പോൾ ഞാനതൊക്കെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ ഒരു 5:30 ആയപ്പോൾ ട്യൂഷൻ എടുക്കാണ്ടായിരുന്നു കേട്ടോ. ട്യൂഷൻ എടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു കടലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. യൂട്യൂബിൽ ലൈവ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ അറ്റൻഡ് ചെയ്തു. ഒരു 1 അവറിൻ്റെ സെക്ഷനായിരുന്നു. അതൊക്കെ അറ്റൻഡ് ചെയ്ത് നേരെ നമ്മൾ പഠിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മടിയുണ്ട്. പക്ഷെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. എക്സാമിന് എന്തെങ്കിലുമൊക്കെ എഴുതണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കണം എന്നുള്ള ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് പഠിക്കാനിരിക്കുകയാണ്. അപ്പോൾ രാവിലെ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതൊന്ന് റിവൈസ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിങ്ങനെ നോട്ട് എഴുതി പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് PDF അല്ലെങ്കിൽ PPT നോക്കി പഠിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം നോട്ട് നോക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ നോട്ട് ചെയ്താറുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. എല്ലാവരുടെ കാര്യമല്ല, എനിക്ക് നോട്ട് എഴുതുമ്പോൾ ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. എന്ന് കരുതി എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഞാൻ അങ്ങനെ നോട്ട് ചെയ്താറില്ല കേട്ടോ. എന്ന് വെച്ചാൽ തലേന്നൊക്കെയാണ് പഠിക്കുന്ന ടോപ്പിക്സ് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കി എടുക്കുന്നുള്ളതാണ്. ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാം പഠിച്ച് തീരുന്നുള്ള ഒരു കോൺഫിഡൻ്റ് അല്ല, ഒരു ഉറപ്പുമില്ല. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമാണ് ആദ്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ ബാക്കി പഠിക്കാമെന്ന് വിചാരിച്ചു. ഹാർഡ് വർക്ക് ചെയ്യുന്നതോടൊപ്പം നമ്മൾ സ്മാർട്ട് വർക്ക് കൂടി ചെയ്യണമല്ലോ, എന്നാലല്ലേ നമുക്കൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ പേപ്പേഴ്സൊക്കെ നോക്കിയിട്ട് കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട് എഴുതി അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ അത്യാവശ്യം ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വരച്ച് നോക്കേണ്ട ഇതുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഡിജിറ്റൽ സ്ലേറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് വരച്ച് പഠിക്കുന്നതൊക്കെ. പിന്നെ ഇപ്പോൾ ഈ രാത്രി പഠിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ സമയം ഞാനൊന്ന് ഹോളിലൊക്കെ പോയിട്ട് എല്ലാവരോടും സംസാരിക്കും ഒരു 5 മിനിറ്റ്, പിന്നെ തിരിച്ചു വരും. പിന്നെ ഞാൻ ബ്രേക്ക് എടുക്കാറുണ്ട്. ഇപ്പോൾ 30 മിനിറ്റ് 30 മിനിറ്റ്സ് ഞാൻ ക്ലാസ് കണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ബ്രേക്ക് എടുക്കും, പിന്നത്തെ 5 മിനിറ്റ്സ്. അപ്പോൾ അങ്ങനെ ബ്രേക്ക് എടുക്കാറുണ്ട്. അങ്ങനെ ബ്രേക്ക് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. ഞാനൊന്ന് റീഫ്രഷ് ചെയ്യണ പോലെ. പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കും കേട്ടോ. നല്ലപോലെ ഞാൻ വെള്ളം കുടിക്കും രാത്രി പഠിക്കാതിരിക്കുമ്പോൾ. ഞാനങ്ങനെ രാത്രി ഇരുന്ന് പഠിക്കുന്ന ഒരാളല്ല. മാക്സിമം പോയാൽ 10 മണി അതുവരെ ഞാൻ പഠിക്കാറുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ തോന്നുന്നു 11:30-12 മണി വരെ ഞാൻ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് തീർക്കണം. നാളെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോകുമ്പോൾ പിന്നെ പഠിക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ ഒരു പോർഷൻ പഠിച്ച് തീർക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, വരയ്ക്കാനുള്ളത് കൊണ്ട് തന്നെ രാത്രിയാണ് ആ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞത്. അപ്പോൾ ഉറക്കം വരുമ്പോൾ ഇങ്ങനെ വരച്ച് പഠിക്കാമല്ലോ. വരയ്ക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ഉറക്കം പോകും. നമ്മളിങ്ങനെ തിയറി വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഉറക്കം എന്നുള്ള ഒരു സംഭവം വരിക. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം വരച്ച് നോക്കും, പിന്നെയും പഠിക്കും, അങ്ങനെ ചെയ്യാറ്. പിന്നെ എപ്പോഴും എന്തെങ്കിലും ന്യൂസ് പ്രിൻ്റ് ഉണ്ടല്ലോ, നമുക്ക് ന്യൂസ് പ്രിൻ്റ് മേടിക്കാൻ കിട്ടുമല്ലോ, അതിലിങ്ങനെ എഴുതി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാൻ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ പഠിക്കാറ്. അതും എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ചധികം പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ആ ഒരു സബ്ജക്റ്റ് തൊട്ടിട്ടില്ല. അതുകൊണ്ട് കുറച്ചധികം പഠിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് 12 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചെങ്കിലും അത്യാവശ്യം ഒരു 1/3 പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാലും
കഴിയണത്ര പഠിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൺഡേ നമുക്ക് 2 എക്സാമാണ്. അപ്പോൾ 2 സബ്ജക്റ്റ് ഉണ്ട്. 2 സബ്ജക്റ്റും അത്യാവശ്യം ഇതേപോലെ തിയറിയും ഫിഗേഴ്സും ഉള്ള ഒരു ഡയഗ്രാംസും ഒക്കെ ഉള്ള സബ്ജക്റ്റാണ്. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഞാൻ ഇങ്ങനത്തെ സബ്ജക്റ്റ് എന്തായാലും വരച്ചാണ് പഠിക്കാറ്. അപ്പോൾ ഒന്നുകൂടി ആ ഉറക്കം പോകും. അതാണ് ഞാൻ രാത്രി പഠിക്കുമ്പോൾ ചെയ്യാറുള്ളത്. പിന്നെ അതേപോലെ നന്നായി വെള്ളം കുടിക്കും, ബ്രേക്ക് എടുക്കും. ഇതൊക്കെയാണ് രാത്രി ചെയ്യാറുള്ളത്. രാത്രി ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ ഒരു കാരണവശാലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇൻസ്റ്റ ആയാലും വാട്സപ്പ് ആയാലും ഒന്നും യൂസ് ചെയ്യാറില്ല. കാരണം ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആ ഫോണും കൊണ്ട് ബെഡിലോട്ട് നേരെ പോയിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കിടക്കും, പിന്നെ ഉറങ്ങിപ്പോവും. അപ്പോൾ ഞാൻ അത് ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്കൊക്കെ കിട്ടിയപ്പോൾ സൈക്കോളജി ഓഫ് മണി ബുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഈ KLFന് പോയപ്പോൾ മേടിച്ചായിരുന്നു കേട്ടോ, ദ ബുക്ക് ഓഫ് എഡിറ്റോറിയൽസ് 2025. ഇത് വോളിയം 3 ആണ്. ഫസ്റ്റും സെക്കൻഡും വേറെ എൻ്റെ ഫ്രണ്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ KLFന് പോയ വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോസ്റ്റ് ആയിരുന്നു. ഞാൻ കഴിച്ചപ്പോൾ ഒരു 10-10:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.